എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 147/2024. അപ്പോൾ വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വരുന്ന പരീക്ഷകൾക്ക് മുൻകാല ചോദ്യപേപ്പറുകളിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ഡി 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ഇത്. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ കർഷകരെ കൊണ്ട് നിർബന്ധിതമായി നീലം കൃഷി ചെയ്യിപ്പിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ സമ്പ്രദായത്തിനെതിരെയായിരുന്നു ഈ സമരം. അടുത്ത ചോദ്യം. ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് വരച്ച വിഖ്യാതമായ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ കയ്യെഴുത്തു പ്രതി അലങ്കരിച്ച പ്രശസ്ത കലാകാരനാണ് നന്ദലാൽ ബോസ്. അടുത്ത ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഓപ്ഷൻ സി റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാനും അധികാരം നൽകുന്ന ഈ കരിനിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിലേക്ക് നയിച്ചത്. 1919 ഏപ്രിൽ 13 ഈ ദാരുണമായ കൂട്ടക്കൊല നടന്നത്. അടുത്ത ചോദ്യം. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? തന്നിരിക്കുന്നവയിൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 ലോർഡ് കോൺവാലിസ് ആണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇതിലൂടെ സെമീന്ദാർമാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുകയും അവർ സർക്കാരിന് കൃത്യമായ തുക നികുതിയായി നൽകുകയും ചെയ്യണമായിരുന്നു. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ സി നിസ്സഹകരണ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രക്ഷോഭം. 1920 ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തോട് സഹകരിക്കാതിരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയിലെ സ്ത്രീകളുടെ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ കമാൻഡറായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? തന്നിരിക്കുന്നവരിൽ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയുണ്ടായി. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. തന്നിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. ഓപ്ഷൻ സി മലബാർ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം മലബാർ ആയിരുന്നു. വയനാട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ച് പോരാടിയത്.
വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി സമത്വ സമാജം. തന്നിരിക്കുന്നവയിൽ സമത്വ സമാജമാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 1836 അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? തന്നിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ ഈ സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ആയത്. രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് ഔദ്യോഗികമായി രാജ്യസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ എക്സ് ഒഫീഷ്യോ ചെയർമാനായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്. ഓപ്ഷൻ ബി പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. ഓപ്ഷൻ സി 6 വർഷം. 6 വർഷമാണ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം. ഓപ്ഷൻ എ പാരീസ്. പാരീസിൽ വെച്ചായിരുന്നു 2024 ഒളിമ്പിക്സ് നടന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ ബി സോജൻ ജോസഫ്. സോജൻ ജോസഫ് ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ അമേരിക്ക, റൂർക്കേല ജപ്പാൻ, ഭിലായ് സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ സി ആണ് ശരിയായത്. 1ഉം 4ഉം ജോഡികളാണ് ശരിയായ ജോഡികൾ. ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്, അമേരിക്കയല്ല. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളേവ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയുള്ള സാമ്പത്തിക സഹായം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ആണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു?
ഓപ്ഷൻ ബി മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഭക്ഷ്യസ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. തന്നിരിക്കുന്നവരിൽ സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. ഓപ്ഷൻ ഡി KM പണിക്കർ. തന്നിരിക്കുന്നവരിൽ KM പണിക്കറാണ് സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി. ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ സി തുമ്പ. ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പയിലായിരുന്നു. 1963 തിരുവനന്തപുരത്തെ തുമ്പയിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായി. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം. 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം. ഓപ്ഷൻ ബി ബ്രസീൽ. 2024 G20 ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചായിരുന്നു. 2025 G20 ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ വെച്ചായിരുന്നു. 2026 G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ മയാമിയിലെ ഫ്ലോറിഡയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ. ഓപ്ഷൻ ഡി 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ 6 മെഡലുകളാണ് നേടിയത്. ഇതിൽ 1 വെള്ളി മെഡലും 5 വെങ്കല മെഡലുകളും ഉൾപ്പെടുന്നു. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടുകയുണ്ടായി. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. സിന്ധു, ചെനാബ്, ഗംഗ, കോസി, ബ്രഹ്മപുത്ര, ഘാഗ്ര, യമുന, ടോൺസ്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഘാഗ്ര എന്ന ജോഡിയാണ് തെറ്റായത്. ഘാഗ്ര ഗംഗാ നദിയുടെ പോഷക നദിയാണ്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഓപ്ഷൻ എ രാജസ്ഥാൻ സമതലം. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ രാജസ്ഥാൻ സമതലവുമായി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തെക്ക് ദിശയിൽ ശരിയായി ക്രമീകരിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയായത്. കണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെൽ എന്നിവ. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ നൽകിയിരിക്കുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ മഹാനദി. മഹാനദി റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മഹാനദിയുടെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മഹാനദി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെൽ എന്നിവ. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ
ഭാഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി കോറമണ്ഡല തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് കോറമണ്ഡല തീരസമതലമാണ്. കോറമണ്ഡല തീരസമതലം ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊങ്കൺ, ഗുജറാത്ത്, മലബാർ തീരങ്ങൾ പടിഞ്ഞാറൻ തീരത്തിൻ്റെ ഭാഗമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ, മനു ഭാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൽ, സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ്, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്. മറ്റു 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി പോളണ്ട്, ഉക്രൈൻ. പോളണ്ട്, ഉക്രൈനാണ് സമീപകാലത്ത് ഇന്ത്യ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഓപ്ഷൻ ഡി പുതിയ പെൻഷൻ പദ്ധതി. അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS, യൂണിഫൈഡ് പെൻഷൻ സ്കീം, പുതിയ പെൻഷൻ പദ്ധതി. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആനന്ദ് ഏകർഷി എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ഓപ്ഷൻ സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന മലയാള സിനിമയ്ക്ക് 2023 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതോടെയാണ് അദ്ദേഹം വാർത്തകളിൽ ശ്രദ്ധേയനായത്. 2011 ജനസംഖ്യാ കണക്കെടുപ്പനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 2011 ജനസംഖ്യാ കണക്കെടുപ്പനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? ഓപ്ഷൻ ബി 1084. 1084 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നതാണ് 2011 കണക്ക്. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മണ്ണാർക്കാട്, കോന്നി, തെന്മല, അച്ചൻകോവിൽ. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മണ്ണാർക്കാട്. അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്ത വനപ്രദേശം മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് വനമേഖല പാലക്കാട് ജില്ലയിലാണ്. നീലഗിരി ജൈവമണ്ഡല മേഖലയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. തന്നിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. തന്നിരിക്കുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? ഓപ്ഷൻ ബി കടൽ തീരമില്ലാത്ത ജില്ലകൾ. 38ാമത്തെ ചോദ്യം ഡെലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. പൂക്കോട് തടാകം കണ്ണൂർ, വെള്ളായണി തടാകം തിരുവനന്തപുരം, അഷ്ടമുടിക്കായൽ എറണാകുളം, തിരുവല്ലം കായൽ ആലപ്പുഴ. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി വെള്ളായണി തടാകം തിരുവനന്തപുരം. വെള്ളായണി തടാകം തിരുവനന്തപുരം ജില്ലയിലാണ്. പൂക്കോട് തടാകം വയനാട്ടിലും, അഷ്ടമുടിക്കായൽ കൊല്ലത്തും, തിരുവല്ലം കായൽ തിരുവനന്തപുരത്തുമാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975
വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 4 പ്രസ്താവനകളാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത്. കേരള സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ് കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. 1976 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടുക്കി പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചത്. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. ഓപ്ഷൻ എ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി എറണാകുളം, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എറണാകുളം, ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റി ഇടുക്കി എന്നീ ജില്ലകളാണ് ശരിയായ ജോഡികൾ. എറണാകുളം, ഇടുക്കി. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? പാരീസ് ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് പങ്കെടുത്തത്? ഓപ്ഷൻ ബി 7. കേരളത്തിൽ നിന്നുള്ള 7 കായിക താരങ്ങളായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ഓൾ ഓഫ് ദ എബവ്. തന്നിരിക്കുന്ന 1, 2, 3, 4 പ്രസ്താവനകൾ തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ആണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. ഓപ്ഷൻ ഡി മിന്നുമണി. മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്തു പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി കൈരളി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറാണ് കൈരളി. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഓപ്ഷൻ ഡി കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ഓപ്ഷൻ എ ക്രിക്കറ്റ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ
സി വിദ്യാവാഹിനി ആപ്പ്. വിദ്യാവാഹിനി ആപ്പാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3, 4 പ്രസ്താവനകളാണ് ശരിയായത്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം നിർമ്മിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ തന്മുദ്ര. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ഡി ദൂരദർശൻ. ദൂരദർശൻ്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം എന്നത്. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ജനനസമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടാകുമെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 300, 206. ജനനസമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകൾ എണ്ണത്തിൽ കുറവുണ്ടാകും. അത് 206 എല്ലുകളായിരിക്കും. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? നെല്ലിക്ക, ചീര, മുരിങ്ങയില, മുട്ട. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ എ 1, 3 ഇനങ്ങൾ. നെല്ലിക്ക, മുരിങ്ങയില. മോണയുടെ ആരോഗ്യത്തിനും മോണയിൽ നിന്നുള്ള രക്തസ്രാവം തടയുന്നതിനുമൊക്കെ പ്രധാനമായും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് വേണ്ടത്. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയിലയിൽ ധാതുക്കളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു. ചീരയിൽ വിറ്റാമിൻ കെ, ഇരുമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. മുട്ടയിൽ പ്രോട്ടീൻ, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയിരിക്കുന്നു. അടുത്ത ചോദ്യം, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനം കാർഷിക വിള. ലോല, പയർ, ഹ്രസ്വ, നെല്ല്, സൽകീർത്തി, വെണ്ട, ചന്ദ്രശേഖര. ഓപ്ഷൻ സി തെങ്ങ്. ചന്ദ്രശേഖര എന്നത് തെങ്ങിൻ്റെ ഒരു ഇനമാണ്. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. പവിഴപ്പുറ്റുകൾ, കണ്ടൽ വനങ്ങൾ, സസ്യപ്ലവകങ്ങൾ. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 മാത്രം, പവിഴപ്പുറ്റുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ കുരുവിക്കൊരു കൂട്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈയടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? തന്നിരിക്കുന്നവയിൽ കേരള സർവകലാശാല അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏതാണ്? ഓപ്ഷൻ ബി പ്രിയങ്ക. തന്നിരിക്കുന്നവയിൽ പ്രിയങ്ക എന്ന ഇനമാണ് കേരള സർവകലാശാല ഈയടുത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം.
നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ വ്യക്തിയാണ്. ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷി ശാസ്ത്രജ്ഞനാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന. ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും പ്രശസ്തനായ തത്വചിന്തകനുമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയ്ക്ക് നേതൃത്വം നൽകിയ പ്രശസ്തനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനും മുൻ രാഷ്ട്രപതിയുമാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? പ്ലൂട്ടോണിയം, പൊളോണിയം, നെപ്റ്റ്യൂണിയം, ക്രോമിയം. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻ ഡി ക്രോമിയം. നിറം എന്നർത്ഥം വരുന്ന ക്രോമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്രോമിയം എന്ന പേര് വന്നത്. ക്രോമിയത്തിൻ്റെ സംയുക്തങ്ങൾ വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നതിനാലാണ് ഈ പേര് നൽകിയത്. സിങ്കിൻ്റെ അയിര് ഏതാണ്? തന്നിരിക്കുന്നവയിൽ സിങ്കിൻ്റെ അയിര് ഓപ്ഷൻ സി കലാമിൻ. തന്നിരിക്കുന്നതിൽ കലാമിനാണ് സിങ്കിൻ്റെ അയിര്. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഓപ്ഷൻ ബി കാൽസ്യം. തന്നിരിക്കുന്നതിൽ കാൽസ്യമാണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ചില ശുദ്ധപദാർത്ഥങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ശുദ്ധപദാർത്ഥങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി നൈട്രജനാണ് കൂട്ടത്തിൽപ്പെടാത്തത്. നൈട്രജൻ ഒരു മൂലകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പഞ്ചസാര എന്നിവ സംയുക്തങ്ങൾ ആണ്. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? ജലം നിറച്ചൊരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? ഓപ്ഷൻ എ അപവർത്തനം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ഓപ്ഷൻ ഡി മുഹമ്മദ് യൂനിസ്. മുഹമ്മദ് യൂനിസ് ആണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്. ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓപ്ഷൻ ബി സ്കൂൾ വിദ്യാഭ്യാസം. ഖാദർ കമ്മിറ്റി സ്കൂൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത്? തന്നിരിക്കുന്നവയിൽ മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഓപ്ഷൻ എ അനോഫിലസ് കൊതുക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഹെപ്പറ്റൈറ്റിസ്, ഡിഫ്തീരിയ, പോളിയോ, ചിക്കൻ ഗുനിയ. തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഡിഫ്തീരിയ. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 2 ശരി. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? തന്നിരിക്കുന്നവയിൽ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഓപ്ഷൻ ഡി മാംസ്യം, പ്രോട്ടീൻ. മാംസ്യമാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിറ്റാമിൻ എ ബെറിബറി, വിറ്റാമിൻ ബി കണ, വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ ഡി നിശാന്തത. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക.
ഓപ്ഷൻ സി വിറ്റാമിൻ സി സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് സ്കർവി എന്ന രോഗത്തിനാണ് കാരണമാകുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് നിശാന്തതയ്ക്കും വിറ്റാമിൻ ബിയുടെ കുറവ് ബെറിബെറി എന്ന രോഗത്തിനും വിറ്റാമിൻ ഡിയുടെ കുറവ് റിക്കറ്റ്സ് എന്ന രോഗാവസ്ഥയ്ക്കുമാണ് കാരണമാകുന്നത്. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്തായിരുന്നു? ഓപ്ഷൻ ഡി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതായിരുന്നു. 2025 പ്രമേയം നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം, അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നതായിരുന്നു. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? തന്നിരിക്കുന്നവയിൽ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി പക്ഷാഘാതം. തന്നിരിക്കുന്നവയിൽ പക്ഷാഘാതമാണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. തന്നിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരി. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. ആർദ്രം മിഷനാണ് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമേത്? മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി ആശാഭവൻ. ആശാഭവനാണ് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ജഗത് പ്രകാശ് നദ്ദ. നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി കുരങ്ങുപനി. തന്നിരിക്കുന്നവയിൽ കുരങ്ങുപനിയാണ് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയതാരാണ്? തന്നിരിക്കുന്നവരിൽ 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ഓപ്ഷൻ എ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവരാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത്. COVID-19 mRNA വാക്സിനുകളുടെ വികസനത്തിന് സഹായിച്ച പഠനങ്ങൾക്കാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം കാറ്റലിൻ കാരിക്കോവിനും ഡ്രൂ വെയ്സ്മാനും ലഭിച്ചത്. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കുനുമാണ്. 2025 പുരസ്കാരം മേരി ഇ ബ്രങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ കൂടാതെ ഷിമോൺ സാകാഗുച്ചി എന്നിവർക്കാണ് ലഭിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഓപ്ഷൻ ഡി ഹാവിഷ്യൂർ. തന്നിരിക്കുന്നവയിൽ ഹാവിഷ്യൂർ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. മാത്സ് ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.